ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. പിൻട്രോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ചെക്കിങ് കൊണ്ട് എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അതെ, ചെക്കിങ് കൊണ്ട് ഒരു റെസിപ്പി നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ വിശേഷങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. പൂത്ത് പോവാണ്. അപ്പോൾ പൂത്ത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരാളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഭയങ്കര സങ്കടമല്ല. അപ്പോൾ നമ്മളെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മഴക്കാലമാണ്, ഇപ്പം ഭയങ്കര മഴയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പനിയും ജലദോഷം അങ്ങനത്തെ കുറേ ഇതിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ലേറ്റ് ആവുന്നത്. പിന്നെ ചെറിയ മക്കളും കൂടെ ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു പണിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ലേറ്റ് ആയത് കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വീഡിയോസും കുറച്ച് ദിവസം മുമ്പുള്ളതാണ്. 40ൻ്റെ വീഡിയോ പോലും ഞാൻ ഇട്ടത് ഇന്നലേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സാഹചര്യം ഒത്തു വരാത്തതുകൊണ്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനൊന്നും. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. അപ്പോൾ രാവിലെയല്ല, പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇച്ചുതാ പാഷൻ ഫ്രൂട്ട് കഴിക്കണം കേട്ടോ. അപ്പം നാപ്പതിൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും, പൂത്ത് വരുമ്പം പാഷൻ ഫ്രൂട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലും പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അത് പിന്നെ മുകളിലേക്കാണ്, മരത്തിൻ്റെ മുകളിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇച്ചുവിന് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് വല്യമ്മാനെയും പൂത്തൂൻ്റെ ഒന്നും ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് അടുക്കളയിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് അവർ നല്ല ചക്കൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള വരിക്കച്ചക്കയാണ് കേട്ടോ. അപ്പം പഴുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്തോണ്ട് തന്നെ അതും കൊണ്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കഴിക്കുമ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ നാശാക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ട് പഴം കൊണ്ട് അട ഉണ്ടാക്കുകയാണ് കേട്ടോ. പഴമല്ല, സോറി, ചക്കയും കൊണ്ട് അട പോലെ ആക്കിയിട്ട് ഉണ്ടാക്കുകയാണ്. നമ്മൾ വാഴൻ്റെ ഇലയിൽ അല്ലെങ്കിൽ പിന്നെ പട്ടേൻ്റെ ഇലയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇത് കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ പരത്തിയിട്ട് അപ്പച്ചമ്പിൽ വെച്ച് ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏലക്കായയും അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ ഇതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് വരിക്കച്ചക്ക ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരക്കാണ് കേട്ടോ. കാരണം പഴഞ്ചക്കയാണ് നമ്മൾ വേഗം കുഴക്കുമ്പോൾ തന്നെ നല്ലോണം ആയിട്ട് വരും, പേസ്റ്റ് ആയിട്ട് വരും. പക്ഷേ ഇത് വരിക്കച്ചക്ക ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കട്ട ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പൊടിയൊക്കെ ഇടാണ് കേട്ടോ. പിന്നെ മാത്രമല്ല മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുകയാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുവിൻ്റെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഓരോ പരിപാടികൾ ഇച്ചു എൻ്റെ വൈത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഞാൻ ഫോണും കൊണ്ട് നടക്കും. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നത്. അത് വാഴൻ്റെ ഇല ഫോൾഡ് ചെയ്യാണ് കേട്ടോ. നല്ലോണം വട്ടത്തിൽ പരത്തിയിട്ട് ഈ മസാല ഈ തേങ്ങേൻ്റെ ഫില്ലിങ്സ് അതിലിട്ടിട്ട് പിന്നെ നേരെ മടക്കാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ മടക്കാണ്, എന്നിട്ട് നേരെ അപ്പച്ചമ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾ കുറച്ച് തറവാട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഫുള്ളും നമുക്ക് എന്തായാലും കഴിക്കാനാവില്ല. എന്നിട്ട് തന്നെ ഇത് പിറ്റേ ദിവസത്തേക്കും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തറവാട്ടിലേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടോ. കാരണം നിങ്ങൾ തന്നെ കണ്ടല്ലോ, പരച്ച് കഴിഞ്ഞപ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് പൊടിയും കൂടി ഇട്ടപ്പം പിന്നെയും ക്വാണ്ടിറ്റി കൂടിട്ടോ. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ളതുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഭാഗത്ത് ചായയും അത് തന്നെ ഒരു ഭാഗത്ത് നമ്മൾ ചക്കടയും കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചക്ക സീസണൊക്കെ കഴിയാറായി. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളിത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ എപ്പോഴും വീഡിയോ ഇടുമ്പം ചക്കേൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്ക പൊരിച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ചക്ക ഉള്ള ഈ സമയത്തിൽ നമുക്കതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഉള്ളപ്പം തന്നെ എല്ലാം ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കി ആദ്യത്തെ തന്നെ വെന്ത് തന്നെ ഞാൻ വേഗം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ചൂടാറിയാലും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ നല്ല ചൂടോട് കൂടി തന്നെയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിച്ചുവിനെ എൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം പൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാട്ടിലത്തെ പൂത്ത് പോവുകയാണ്. അപ്പോൾ നമ്മളെ പച്ചിലക്കാട് ഉമ്മാൻ്റെ അടുത്ത് പച്ചിലക്കാട് താമസിക്കുന്ന ഉമ്മാൻ്റെ അടുത്ത് കലത്തപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. അപ്പം തറവാട്ടിലേക്കും പോകുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ഉപ്പാവൻ്റെ പേരിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ. എല്ലാവരും കൂടിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നാട്ടിൽ നിന്ന് ഇന്ന് ഉമ്മാൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ മോനും അതുപോലെ തന്നെ വൈഫും മക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊപ്പമാണ് നമ്മളെ പൂത്തു പോകുന്നത്. അപ്പം തൻവി ഇതാ ഇവിടെ ബാറ്റും ബോളൊക്കെ അയച്ചുകൊണ്ട് അപ്പം കളിക്കാൻ കേട്ടോ.
അപ്പോൾ ഉമ്മ എൻ്റെ 2 ഏട്ടത്തിമാരും വല്യമ്മ എല്ലാവരും തറവാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തൻവി ഇവിടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇച്ചുവിൻ്റെ ഒപ്പം കുറേ നേരം കളിച്ചു. കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വന്നു കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഇതാ ഉമ്മാൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ മോനും മരുമോളും ഇതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിസാറൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയില്ല കേട്ടോ, കാരണം ഞാൻ ഇതിലേറ്റും കാണിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ബ്രദറിൻ്റെ വീട്ടുകൂടൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പം ബ്രദർ നിസാറാക്കും അതുപോലെ തന്നെ ഇബിയും കേട്ടോ, പിന്നെ കുട്ടികളും ഉണ്ട്, 2 ആൾക്കാരുണ്ട് കേട്ടോ, റിഫൂട്ടനും മിന്നും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പം മിച്ചുവിന് ആ സമയത്ത് ചോറ് വേണ്ട കേട്ടോ, ചോറ് വേണ്ട. അവർ ബേക്കറി ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓന് വേഗം മിച്ചറൊക്കെ എടുത്ത് കയ്യിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ്. അവർ പിന്നെ വരുന്ന വഴിക്കിൽ കുറച്ച് ചെറുതായിട്ടൊരു പൊറാട്ടയും ബീഫൊക്കെ തട്ടിയുണ്ട്. അവർക്ക് വിശക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് അവർ ചോറ് കുറേ കഴിച്ചിട്ടില്ല, കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അവർ പാർസൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊടുത്തേച്ചതായിരുന്നു, കാരണം ഇവിടെ കുറേ റൈസ് വെച്ചിട്ട് കാര്യമല്ലോ. പിന്നെ ഞാനും ഉമ്മയും വലിയമ്മയും ഉണ്ടല്ലോ. വലിയമ്മ പിന്നെ രാത്രി ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കില്ല, ഉച്ചക്കത്തെ ആ ഫുഡ് മാത്രമേ കേട്ടോ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് വൈക്കുന്ന എവിടെന്നെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഇബി, നിസാറാക്കാൻ്റെ വൈഫ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് വർത്താനം പറയുകയാണ്. പിന്നെ മിന്നു ഉറങ്ങിയായിരുന്നു കേട്ടോ. വരുമ്പം നമ്മൾ ഉറങ്ങി നീറ്റിൻ്റെ വൈബാണ് കേട്ടോ അത് കാണുന്നത്. ചെറിയ ചെറുങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പൂതൊക്കെ ഇതാ അങ്ങോട്ടേക്കൊക്കെ ഇവരെയും കൊണ്ട് തറവാട്ടിലൊക്കെ പോയി തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. യാത്രയൊക്കെ പറയാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം അവർ ഉച്ചക്കും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങാൻ നേരത്തും ഇവർ വന്നപ്പോൾ ഇവരെയും കൂട്ടിയിട്ടും കൂടി തറവാട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തറവാട്, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് പോവുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ അത് എല്ലാവരും ഇനി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പം പുത്തൂന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റണം. പിന്നെ കുട്ടികളൊക്കെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം റിഫു ഇച്ചുവിൻ്റെ ഒപ്പം ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിഫു അവൻ്റെ ഇച്ചുവിൻ്റെ വണ്ടിയിലിരിക്കുമ്പം ആൾക്ക് ചെറിയൊരു കോംപ്ലക്സ് പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇച്ചു പിന്നെ അവൻ്റെ അടുത്ത് വണ്ടിയൊക്കെ വാങ്ങി ഇച്ചു വലിയ ആളെപ്പോലെ വണ്ടിയൊക്കെ എടുത്ത് കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം എനിക്ക് ഓടിക്കാൻ കൊടുത്തിരുന്നു. പിന്നെ ഇച്ചു വണ്ടിയിലേക്ക് കയറി കേട്ടോ. അപ്പം ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഓർമ്മകളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തയ്ച്ചു ബാഗും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓൻ തന്നെ റിഫൂട്ടിന് തന്നെ അതൊക്കെ എടുത്ത് വേഗം മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂത്തൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡിയായി ഇനിയിപ്പം ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു, കാരണം ഇത്രയും ദിവസം നമ്മളൊപ്പം ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പം ഇച്ചുവിനാണെങ്കിലും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഇച്ചുവും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇവർ വണ്ടി കയറുമ്പം ആൾക്കും പോകണം എന്നുള്ളതിൽ ആൾ ഫുൾ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ഓനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ സോപ്പിട്ട് വലിയ മാങ്ങയും കാര്യങ്ങളൊക്കെ മുറിച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൻ കരച്ചിലൊക്കെ ആയിരുന്നു, നല്ല കരച്ചിലായിരുന്നു. കാരണം പകൽ ഫുള്ളും വലിയമാൻ്റെയും പൂത്തൂൻ്റെയൊക്കെ ഒപ്പാണ് കേട്ടോ ഓനുണ്ടാവുക. അങ്ങനെ ഇതാ തൻവി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ദാർപ്പായൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഭയങ്കര വലുതാണ്, തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാരണം അവൻ്റെ കാറിൻ്റെ മുകളിൽ ഇങ്ങനെ ദാർപ്പായ ഇടാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ചളി നല്ലോണം തിരക്കി, ഇപ്പോൾ നല്ല മഴക്കാലം കൂടിയല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളതായിരുന്നു. പിന്നെ അത് ആ പൂത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് പിന്നെ പോകുമ്പോഴായിരുന്നു അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ പോയി. പിന്നെ പിന്നെ നമ്മൾ മാത്രമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും ഇച്ചും ബേബിയും കൂടി പോകുമ്പം പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല, മൂമ്മ മാത്രമേ കിട്ടും ഉണ്ടാവുക. വലിയമ്മ തറവാട്ടിലേക്കും പോകും. അങ്ങനെ പിന്നെ അത് അവർ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചുവാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആരിവിടെ എന്ത് സാധനം കൊണ്ടുവന്നാലും ഗിഫ്റ്റും കാര്യങ്ങളും കൊണ്ടുവന്നാൽ ഫസ്റ്റ് അൺബോക്സ് ചെയ്യിച്ചുവാണ് കേട്ടോ. നമ്മളിങ്കാട്ടി മുമ്പേ ഓന് സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് നോക്കും കേട്ടോ. പിന്നെ ആക്കിടണം എന്നൊക്കെ ആയിരിക്കും പറയുക. അങ്ങനെ അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ഇച്ചു തന്നെയാണ് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഒരു ഫ്രോക്ക് ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് മാങ്ങയൊക്കെ വേണമെന്ന് കരഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ വലിയമ്മ മാങ്ങ മുറിച്ചിട്ടുണ്ട്. അപ്പം കുറേ ഭാഗം നാശമായതായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും മേടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് മേടിക്കുക. പിന്നെ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് മൂമ്മ ഒരു പെട്ടി തന്നിട്ടുണ്ട്. മൂമ്മാൻ്റെ നിസ്കാര കുപ്പായൊക്കെ ഇട്ട് വെക്കുന്ന കേട്ടോ. അപ്പം അതിലേക്ക് ഇനി അവൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ മാറ്റി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഓരോ ഡ്രസ്സുകളായിട്ട് ഞാനവിടെ മടക്കുന്നുണ്ട്. ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ വലിയമ്മ മാങ്ങയൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ. അപ്പോൾ ഇതിൽ ചിലത് നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ.
പഴുത്ത് നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതൊക്കെ നമ്മളിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇച്ചുവിൻ്റെ ഒപ്പം മൂമ്മാൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.